ഫോൺ പേയിൽ നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന UPI പിന്നിന് പകരമായിട്ട് എപ്പോൾ വേണമെങ്കിലും ആ ഒരു പിന്ന് മാറ്റിയിട്ട് പുതിയൊരു പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ UPI പിൻ ഉണ്ടല്ലോ, അത് ഓർമ്മയിൽ ഉണ്ടായിരിക്കണമെന്ന് മാത്രം. അപ്പം നിലവിലെ പിൻ ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു UPI പിൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയറും ചെയ്യാം. ഫോൺ പേയെ സംബന്ധിച്ച് വളരെ യൂസ്ഫുൾ ആയ എല്ലാ വീഡിയോകളും തന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്തോ ഈ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്തുകൊണ്ടോ യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ യൂട്യൂബിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിലും ഓക്കെ, നിലവിലെ പിൻ ഉപയോഗിച്ചുകൊണ്ട് ഫോൺ പേയിൽ പുതിയൊരു UPI പിൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ എൻ്റെ മൊബൈലിൽ ഫോൺ പേയുടെ ഐക്കണിൽ പ്രസ് ചെയ്ത് ഫോൺ പേ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ അതിൻ്റെ ഹോം സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആയി. ഇനി ഞാൻ സ്ക്രീനിനെ മുകളിലേക്കൊന്ന് നീക്കുന്നു. ഇപ്പോൾ ദാ ഇവിടെ മാനേജ് പേയ്മെന്റ്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിൻ്റെ താഴെ 4 ഐക്കണുകളും ഉണ്ട്. അപ്പോൾ ആ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ ഇവിടെ മുകളിലായിട്ട് വ്യൂ ആൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ നമ്മൾ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യണം. ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. അങ്ങനെ മാനേജ് പേയ്മെന്റ്സിന്റെ സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ സ്ക്രീനിനെ മുകളിലേക്ക് ഒന്ന് നീക്കുന്നു. ഇപ്പോൾ ദാ ഇവിടെ മോർ ഓപ്ഷൻസ് എന്ന് കാണുന്നില്ലേ, അതിന്റെ താഴെ കുറെ ഐക്കണുകളും ഉണ്ട്. അതിലെ ആദ്യത്തെ ഐക്കൺ UPI ബാങ്ക് അക്കൗണ്ട്സ് ആണ്. ഇനി അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ ഞാൻ ഫോൺ പേ ആപ്പുമായിട്ട് ഏതൊക്കെ ബാങ്കുകളാണോ ആഡ് ചെയ്തിരിക്കുന്നത് അതാണ് സ്ക്രീനിന് മുകളിലായിട്ട് കാണിച്ചിരിക്കുന്നത്. ഞാൻ കനറ ബാങ്കും ഫെഡറൽ ബാങ്കും ഫോൺ പേയുമായി ആഡ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം കനറ ബാങ്കിന്റെ ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന UPI പിന്ന് ചേഞ്ച് ചെയ്ത് കാണിക്കാം. അപ്പൊ അതിനായിട്ട് ഇവിടെ കാണുന്ന കനറ ബാങ്ക് എന്ന ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ കനറ ബാങ്കിന്റെ UPI പിന്നിന്റെ സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആയി. ഇവിടെ സ്ക്രീനിന്റെ നടുവിലായിട്ട് UPI പിൻ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അതിന്റെ റൈറ്റ് സൈഡിൽ 2 ഓപ്ഷനുകൾ ഉണ്ട്. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ചേഞ്ച് ആണ്. അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ആ ചേഞ്ചിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന സ്ക്രീനിൽ കനറ ബാങ്കിന്റെ ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന UPI പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിലവിലുള്ള പിന്ന് നമുക്ക് ഓർമ്മയിൽ ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ രീതിയിൽ മറ്റൊരു പുതിയ UPI പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നിലവിലുള്ള UPI പിന്ന് നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് പുതിയൊരു പിന്ന് ക്രിയേറ്റ് ചെയ്യാം എന്നൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ലിങ്ക് സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ മുകളിലുള്ള ഐ ബട്ടണിലുണ്ട്. അതിൽ പ്രസ് ചെയ്തോ അല്ലെങ്കിൽ വീഡിയോയുടെ അവസാനം വരുന്ന പ്ലേലിസ്റ്റിന്റെ തമ്പനെയിലിൽ പ്രസ് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് ആ വീഡിയോ ഓപ്പൺ ചെയ്യാം. അപ്പൊ കനറ ബാങ്കിന് നിലവിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 6 അക്ക UPI പിൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് ടൈപ്പ് ചെയ്ത ശേഷം കീപാഡിന്റെ താഴെ ആ കോർണറിലുള്ള റൈറ്റ് ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിന്റെ മുകളിലായിട്ട് എൻ്റർ 6 ഡിജിറ്റ് ന്യൂ UPI പിൻ എന്ന് കാണിച്ചിരിക്കുന്നു. ഇനിയാണ് നിലവിലുള്ള UPI പിന്നിന് പകരമായിട്ട് മറ്റൊരു പുതിയ UPI പിൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന പിന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള പുതിയ ഒരു 6 അക്കങ്ങൾ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതും ആ കീപാഡിലെ റൈറ്റ് ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിന് മുകളിലായിട്ട് കൺഫേം 6 ഡിജിറ്റ് ന്യൂ UPI പിൻ എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് പുതിയതായിട്ട് ഞാൻ ഒരു 6 അക്കങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തുവല്ലോ, അത് തന്നെ വീണ്ടും ടൈപ്പ് ചെയ്യാനാണ് കാണിച്ചിരിക്കുന്നത്. കാരണം പുതിയ പിന്നിനായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത അക്കങ്ങൾ നമുക്ക് തന്നെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ പുതിയ 6 അക്കങ്ങൾ തന്നെ വീണ്ടും ക്രമം തെറ്റാതെ ടൈപ്പ് ചെയ്യുന്നു. ഇനി ആ താഴെയുള്ള റൈറ്റ് ബട്ടണിലും പ്രസ് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിന്റെ താഴെ ഇവിടെ കണ്ടില്ലേ, സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് UPI പിൻ എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് നിലവിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന UPI പിന്നിന് പകരമായിട്ട് ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ പുതിയ 6 അക്കങ്ങൾ UPI പിന്നായി ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി മുതൽ ഫോൺ പേയിൽ ഞാൻ ഏതൊരു ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും ആ പുതിയ UPI പിന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഞാനൊന്ന് ബാക്ക് അടിക്കുന്നു. അപ്പൊ കനറ ബാങ്കിന്റെ UPI പിന്നിന് 6 അക്കങ്ങളാണല്ലോ വന്നത്. എന്നാൽ ഫെഡറൽ ബാങ്കിന്റെ UPI പിന്നിന് 4 അക്കങ്ങളേ ഉള്ളൂ. അപ്പൊ ഫെഡറൽ ബാങ്കിന്റെ പിന്ന് ഞാൻ വേഗത്തിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിക്കാം. അതിനായിട്ട് ആ ഫെഡറൽ ബാങ്ക് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. ഇനി UPI പിൻ എന്ന് കാണുന്നതിന്റെ റൈറ്റ് സൈഡിലായിട്ടുള്ള ആ ചേഞ്ച് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. ഇനി ഫെഡറൽ ബാങ്കിന്റെ നിലവിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ 4 അക്ക പിന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി ആ താഴെയുള്ള റൈറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ നിലവിലുള്ളതിന് പകരമായിട്ട് പുതിയൊരു UPI പിന്ന് ടൈപ്പ് ചെയ്യാൻ ഇവിടെ കാണിച്ചിരിക്കുന്നു. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള പുതിയൊരു 4 അക്കങ്ങൾ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു.
എന്നിട്ട് ആ റൈറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വീണ്ടും ആ പുതിയ 4 അക്കങ്ങൾ ടൈപ്പ് ചെയ്യാൻ കാണിച്ചിരിക്കുന്നു. ഞാൻ വീണ്ടും ടൈപ്പ് ചെയ്യുന്നു. ഇനി ആ റൈറ്റ് ബട്ടണിലും പ്രസ് ചെയ്യുന്നു. അങ്ങനെ ആ പുതിയ UPI പിൻ ക്രിയേറ്റ് ആയിട്ടുണ്ടെന്ന് ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നു. അപ്പൊ ഈ രീതിയിൽ 4 അക്കങ്ങളായാലും 6 അക്കങ്ങളായാലും ഫോൺ പേയിൽ നമുക്ക് പഴയ UPI പിൻ ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു UPI പിൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു, വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.